ഹലോ ഗൈസ്, വീണ്ടും അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അഹൂജയുടെ SSB80DFM എന്ന മോഡൽ കോഡുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറിൽ നിന്നും 80 വാൾട്ട് RMS ഔട്ട്പുട്ട് തൊട്ട് 110 RMS ഔട്ട് വരെ മാക്സിമം കിട്ടുന്നുണ്ട്. ഈ അഹൂജയുടെ 80 വാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ധാരാളം, പക്ക കറക്റ്റായിട്ടും 80 വാട്ട്സ് നമുക്ക് RMS ഔട്ട്പുട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഇതൊരു ഇന്ത്യൻ പ്രോഡക്റ്റും കൂടിയാണ്. പിന്നെ ഈ ആംപ്ലിഫയർ സ്റ്റീരിയോ അല്ല, മോണോ ആംപ്ലിഫയർ ആണ്. നമുക്ക് കാണാൻ നല്ലൊരു വൃത്തിക്കാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ സ്റ്റാപ്ലർ വെച്ചിട്ടുണ്ട്. പൊട്ടിക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് വാറൻറ്റി കാർഡും പിന്നെ ഒരു റിമോട്ടും അതിൻ്റെ അകത്ത് ആൻറ്റിനേരെ ഒരു വയറുമാണ് കാണുന്നത്. വാറൻറ്റി കാർഡ് ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഫ്രണ്ടിൽ തന്നെ ഒരു MP3 മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് അടക്കം. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം മൈക്ക് 1 ആണ്. മൈക്ക് 1 പ്രയോറിറ്റി എന്നൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓണായി കഴിഞ്ഞാൽ നമ്മൾ ഈ കരോക്കെയൊക്കെ പാടുമ്പോൾ ഓട്ടോമാറ്റിക്കായി കരോക്കയുടെ ടൂൺ ഓഫ് ആവുന്നതാണ് പ്രയോറിറ്റി ഓൺ ചെയ്തുള്ളത്. ബാക്കി രണ്ടാമത്തെ മൂന്നാമത്തെ മൈക്ക്. പിന്നെ ഏറ്റവും ലാസ്റ്റ് കാണുന്നത് ആക്സ് എന്ന് DVD പ്ലെയർ എന്നുള്ളതൊക്കെ കണക്ട് ചെയ്യാനുള്ള ആക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. പിന്നെ ഇവിടെ നിന്ന് ബാസ്, ട്രബിള്, മാസ്റ്ററാണ് നമുക്ക് ഈ എല്ലാത്തിൽ നിന്നും കിട്ടുന്ന വോളിയത്തിന് കൂട്ടുന്നത്. പിന്നെ മുകളിലായിട്ട് ആ MP3 മൊഡ്യൂൾ. അത് മറ്റ് ബ്രാൻഡുകൾ കാണുമ്പോൾ ചൈനീസ് പ്രോഡക്റ്റ് ഉള്ള ഒരു MP3 മൊഡ്യൂൾ അല്ല, അത്യാവശ്യം കൊള്ളാവുന്നൊരു മൊഡ്യൂൾ തന്നെയാണ് ആ പൂജ്യത്തിന് കൊടുത്തിട്ടുള്ളത്. പുറകിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് തന്നെ കാർ ബാറ്ററിയിൽ 12 വോൾട്ട് DC കണക്ട് ചെയ്യാനുള്ളതാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ എർത്ത് പിടിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ആ ചുമന്ന ഇതിൽ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് AC വോൾട്ടേജ് സ്പീക്കർ ഔട്ട്പുട്ടാണ്. നമ്മളെ ഈ ലോങ്ങിലോട്ടൊക്കെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളെ ഈ സ്പീക്കറിൽ നിന്നുള്ള ഔട്ട്പുട്ട് അതിൻ്റെ ലോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് 70 വോൾട്ട്, 110, 100 വോൾട്ട് എന്നൊക്കെ ഇങ്ങനെ വോൾട്ട്. അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാണ് സ്പീക്കറിൽ കൊടുക്കാറുള്ളത്. ഇതിൻ്റെ അകത്ത് 2 ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് അടുത്തേക്കുള്ള സ്പീക്കർ പിടിച്ച് കൊടുക്കാനുള്ള. കോമൺ എന്നുള്ളത് നെഗറ്റീവും, ബാക്കി 4 ohms, 8 ohms, 60 ohms അത് സ്പീക്കറിൻ്റെ ഇതനുസരിച്ച് അത് പോസിറ്റീവ് ആയിട്ടും വരും. ഇതിൽ കാണുന്ന പോലെ 60 ohms ഉള്ള സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ സ്പീക്കേഴ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളെ ഒരു 4 ohmsൻ്റെ സ്പീക്കർ ഒരു 4 ഉണ്ടെങ്കിൽ നമ്മൾ ആ 4 സീരിയലായിട്ട് കണക്ട് ചെയ്ത് 60 ohms പിടിച്ച് കൊടുത്താൽ മതി. പിന്നെ അപ്പുറത്ത് തന്ന പ്രീ ഔട്ട് എന്ന് വെച്ചാൽ ഈ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ മറ്റൊരു ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സോക്കറ്റാണ്. അങ്ങേറ്റം കാണുന്നത് FM ആൻറ്റിനയ്ക്കുള്ള കണക്ഷനാണ്. ഇനി നമുക്ക് എൻഫിയൻസിൻ്റെ ഒരു സോങ് ഇതിൽ പ്ലേ ചെയ്ത് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് നടത്താം. അങ്ങനെ ആംപ്ലിഫയർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് മോഡ് ആക്കിയിട്ട് പാട്ടിടാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടനും അമർത്തണം. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. See you.